ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് പരിചയപ്പെടുകയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇതിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ ഏരിയാസ്, ടൈപ്സ്, സോഷ്യോ കൾച്ചറൽ ഡിറ്റർമിനൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസുമാണ്. First of all, it has been proven beyond all doubts that no two individuals are exactly similar. ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. ഈവൻ ദ ഐഡൻറ്റിക്കൽ ട്വിൻസ്. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ നമുക്ക് എന്ത് പറയാം? ദ ഡിഫറൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം വൺ അനദർ ആൻഡ് മേക്ക് ഈച്ച് വൺ എ യുണീക്ക് ഇൻഡിവിജ്വൽ ആർ ഡിനോട്ടഡ് ബൈ ദ ടേം ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാ വ്യക്തികളും എങ്ങനെയാണ് വ്യത്യസ്തരാവുന്നത്? ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലായാലും ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ മറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സിൻ്റെ എല്ലാം കാര്യത്തിൽ വെച്ച് നോക്കുമ്പോഴും എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്തതയുണ്ട്. ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ഓസ്ബോൺ നൽകിയ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഓസ്ബോൺ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആസ് ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ പേഴ്സൺസ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം വൺ അനദർ. അതായത് രണ്ട് വ്യക്തികളെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി അവർക്കിടയിലുള്ള ഡിസിമിലാരിറ്റിയെയാണ് ഓസ്ബോൺ ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസായി കണക്കാക്കുന്നത്. നമുക്കിനി ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ രണ്ട് ടൈപ്സ് നോക്കാം. ഒന്നാമത്തെ ഇൻ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, രണ്ടാമത്തെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇനി ഇൻ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. രണ്ടിലധികം വ്യക്തികൾക്കിടയിലുള്ള ഡിഫറൻസാണ് ഇൻ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ വ്യക്തികളും ഡിഫറൻ്റ് ആണല്ലേ. ദ ഡിഫറൻസ് എമംഗ് ഇൻഡിവിജ്വൽസ് ഇൻ റെസ്പെക്ട് ടു ഫിസിക്കൽ, കൊഗ്നിറ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് ആർ കോൾഡ് ഇൻ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പല ബേസിസിൻ്റെയും കാര്യത്തിലെ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പോൾ വ്യക്തികൾക്കിടയിലുള്ള വ്യത്യാസങ്ങളെയാണ് ഇൻ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കുള്ളിൽ തന്നെയുള്ള വ്യത്യാസങ്ങളെയാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് വേരിയേഷൻ വിത്തിൻ ദ സെയിം ഇൻഡിവിജ്വൽ വിത്ത് റിഗാർഡ് ടു ദ വേരിയസ് ട്രേറ്റ്സ് പൊസസ്ഡ് ബൈ ഹിം. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന പല ട്രേറ്റുകൾ നമുക്കുണ്ടല്ലേ. ഈ ട്രേറ്റുകളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ഒക്കേഷൻസ് അനുസരിച്ച്, പല സാഹചര്യങ്ങളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേരിയേഷൻസ് വരുമ്പോഴാണ് അത് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ ഏരിയാസാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായും 6 കാറ്റഗറിയിലാണ് നമ്മളിത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ഫിസിക്കൽ ഡിഫറൻസസ്. ഫിസിക്കൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യക്തികൾക്കിടയിലുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ഉദാഹരണത്തിന് ഹൈറ്റ്, വെയ്റ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐസ് ആൻഡ് ഹെയർ സ്റ്റൈൽ, സ്പീച്ച് ആൻഡ് വാക്കിംഗ് സ്റ്റൈൽ, മാനറിസംസ്, ഇതെല്ലാം തന്നെ ഫിസിക്കൽ ഡിഫറൻസസിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അടുത്ത കാറ്റഗറിയാണ് ഇമോഷണൽ ഡിഫറൻസസ്. ഇമോഷണൽ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല വ്യക്തികളും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക, ചില ആളുകൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള വ്യത്യാസങ്ങളാണ് ഇമോഷണൽ ഡിഫറൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാറ്റഗറിയാണ് ഇൻ്റലക്ച്വൽ ഡിഫറൻസസും. നമുക്കറിയാം എല്ലാ വ്യക്തികൾക്കും ഇൻ്റലക്ച്വൽ ലെവൽ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാം പല ഡയമെൻഷൻസാണ് ഇൻ്റലിജൻസിന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ പല വ്യക്തികൾക്കും പല രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ലെവലിൽ പല രീതിയിലായിരിക്കും അവർക്കുള്ള സ്കിൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ബേസിസിലും എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. ദെൻ ഫോർത്ത് വണ്ണാണ് സോഷ്യൽ ആൻഡ് മോറൽ ഡിഫറൻസസ്. ഈ സോഷ്യൽ ആൻഡ് മോറൽ ബിഹേവിയേഴ്സിൽ എല്ലാ ഇൻഡിവിജ്വൽസും ഒരേപോലെ ആയിരിക്കില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. അതിലുള്ള വ്യത്യാസങ്ങളാണ് സോഷ്യൽ ആൻഡ് മോറൽ ഡിഫറൻസസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെയാണ് ഡിഫറൻസ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ലെവലും ഇൻട്രസ്റ്റ് ലെവലും വ്യക്തികൾക്കിടയിലുള്ള ഡിഫറൻസസും. ദെൻ സിക്സ്ത് വൺ ഈസ് ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്. ആറ്റിറ്റ്യൂഡിലും ബിലീഫിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത്തരത്തിലുള്ള 6 കാറ്റഗറിയിലായിട്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ ഏരിയാസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോ കൾച്ചറൽ ഡിറ്റർമിനൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ വ്യക്തി വളരുന്ന സാഹചര്യം അതിനൊരു കാരണമാണല്ലേ.
ഇതിൽ തന്നിരിക്കുന്നത് 4 സോഷ്യോ കൾച്ചറൽ ഡിറ്റർമിനൻസ് ആണ്. ലാംഗ്വേജ്, ജെൻഡർ, കമ്മ്യൂണിറ്റി, റിലീജിയൻ. ഇതിൻ്റെ എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ലാംഗ്വേജ് മാറുന്നതനുസരിച്ചും അതുപോലെ കമ്മ്യൂണിറ്റി മാറുന്നതനുസരിച്ച് റിലീജിയൻ, ജെൻഡർ എന്നിവയിലുള്ള വ്യത്യാസം അവരുടെ ഡിഫറൻസിന് ഒരു കാരണമായി തീരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ആസ് എ ടീച്ചർ നമ്മുടെ മുന്നിലുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആസ് ഫാർ ആസ് പോസിബിൾ ഇൻഡിവിജ്വൽ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ മേ ബി അഡോപ്റ്റഡ്. നമുക്കറിയാം, ഇൻഡിവിജ്വൽ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ വളരെ പ്രാക്ടിക്കലായി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കഴിയുന്നതും ഒരു ഇൻഡിവിജ്വൽ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. Then pay individual attention. As the individuals differ in their interests and abilities, a large number of subject of study should be provided by the school. നമുക്കറിയാം, എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയിൽ ഒരു ചോയ്സിൽ അവർക്ക് കൂടുതൽ ലാർജ് നമ്പർ ഓഫ് സബ്ജക്ട്സിനെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കോഴ്സ് ഫോർ ഇൻഡിവിജ്വൽസ്, ദ കരിക്കുലം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ ടെക്നിക്സ് എക്സെട്ര. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിൽ കരിക്കുലത്തിലും അതുപോലെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ ടെക്നിക്കിലെല്ലാം തന്നെ ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ് ടു ദ പ്യൂപ്പിൾസ് ഇൻഡിവിജ്വലി. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകൾ അനുസരിച്ച് അവർക്ക് എഡ്യൂക്കേഷണലായും വൊക്കേഷണലായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ സ്റ്റുഡൻസ് ഷുഡ് ബി അലൗഡ് ടു പ്രോഗ്രസ് അറ്റ് ദെയർ ഓൺ റേറ്റ്. എല്ലാ കുട്ടികളും ഒരേ റേറ്റിലായിരിക്കില്ല പ്രോഗ്രസ് ആവുക. എല്ലാവർക്കും അവരവരുടെ ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് അവർക്ക് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. ദെൻ മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ ഗിഫ്റ്റഡ് ആൻഡ് സ്ലോ ലേണേഴ്സ്. ദെൻ മേക്ക് സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ ദ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻസ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുള്ള സ്റ്റുഡൻസ്, അതുപോലെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, സ്ലോ ലേണേഴ്സ്, ഇവർക്കെല്ലാം തന്നെ അവർക്കായിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ ഫീൽഡിൽ വരുന്ന എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. വളരെ ചെറിയൊരു ഭാഗമാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.